നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആദ്യം കോൺഗ്രസും UDFും ആഗ്രഹിച്ചത്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഈ ആഗ്രഹത്തിന് മുന്നിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. രാജിവെച്ച MLA PV അൻവറും VS ജോയിയുടെ പേര് ഉയർത്തിക്കാട്ടി. എന്നാൽ പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ രംഗപ്രവേശം. തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയില്ലെങ്കിൽ താൻ CPM സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ള ഭീഷണി ആര്യാടൻ ഷൗക്കത്ത് മുഴക്കിയപ്പോഴാണ് പതിയെ കോൺഗ്രസിന് ബോധോദയമുണ്ടായി ജോയിയെ മാറ്റി ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം VS ജോയിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തേ പറ്റൂ എന്നതാണ്. പക്ഷേ ജോയിക്ക് എവിടെ സീറ്റ് കൊടുക്കും? ഇപ്പോൾ ജോയിക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യവും മുസ്ലിം ലീഗിൻ്റെ തലയിൽ വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് നേതൃത്വത്തോട് കോൺഗ്രസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, VS ജോയിക്ക് പറ്റിയ ഒരു സീറ്റ് മലബാറിൽ ലീഗ് തന്നെ നൽകണം. അത് ലീഗിൻ്റെ കയ്യിലിരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ആയാൽ വളരെ ഉപകാരം. ജോയിയുടെ കാര്യം ലീഗ് തന്നെ നോക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ്, അപേക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ VS ജോയിയെ നിർത്താനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ റാന്നിയിൽ ജോയിയെ നിർത്തിയാൽ അത് വിജയിക്കുമോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്ത കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ VS ജോയിക്ക് സീറ്റ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യതയും കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ചുമലിലേക്ക് ഇട്ടിരിക്കുകയാണ്. PV അൻവറിന് സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആദ്യം കോൺഗ്രസ് നേതൃത്വം ലീഗിൻ്റെ തലയിൽ കൊണ്ടേ വച്ചു കൊടുത്തു. ഇപ്പോഴിതാ VS ജോയിക്കും സീറ്റ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ലീഗിൻ്റെ തലയിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും സീറ്റ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ലീഗിനെ ഏൽപ്പിച്ചാൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളിലേക്ക് ആര് സീറ്റ് നൽകുമെന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ചോദിക്കുന്നത്. ലീഗിനെ അനാവശ്യമായ ചക്കളത്തി പോരാട്ടങ്ങളിൽ, കോൺഗ്രസിൽ നടക്കുന്ന താൻ പോരിമ തർക്കങ്ങളിൽ, മൂപ്പളമ തർക്കങ്ങളിൽ ലീഗിനെ അനാവശ്യമായി വലിച്ചഴിച്ച് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കിയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നതെന്ന പരാതിയും എതിർപ്പും ലീഗ് നേതൃത്വത്തിനുണ്ട്. ഏതായാലും VS ജോയിക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ നല്ലൊരു സീറ്റ് ലീഗ് കണ്ടുപിടിച്ച് നൽകണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. തിരുവമ്പാടി സീറ്റ് ലീഗിൻ്റെ കയ്യിൽ നിന്നും VS ജോയിക്ക് നൽകണമെന്ന ഒരു ആഗ്രഹം പല കോൺഗ്രസ് നേതാക്കന്മാരും പറയാതെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവമ്പാടി സീറ്റിൽ VS ജോയി മത്സരിച്ചാൽ ആ സീറ്റ് UDFിന് ലഭിക്കും. കാരണം ആ സീറ്റ് ഇപ്പോൾ പരമ്പരാഗതമായി UDFിൽ മുസ്ലിം ലീഗിനാണ് പോകുന്നത്. മുസ്ലിം ലീഗിന് പോകുന്നത് കൊണ്ടാണ് തിരുവമ്പാടി സീറ്റിൽ CPM നിർത്തുന്ന ക്രൈസ്തവ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ ക്രൈസ്തവർക്ക് വലിയ ഭൂരിപക്ഷമുള്ള തിരുവമ്പാടി സീറ്റിൽ UDFിന് ജയിച്ചു കയറാൻ കഴിയും. അതുകൊണ്ട് മുസ്ലിം ലീഗ് ആ സീറ്റ് കോൺഗ്രസിന് നൽകി അവിടെ VS ജോയിയെ മത്സരിപ്പിക്കാമെന്നുള്ള രീതിയിലാണ്, ധാരണയിലാണ് അത്ര ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ലീഗ് മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ VS ജോയിക്കും വിജയിക്കേണ്ട ഉറപ്പുള്ളൊരു സീറ്റ് കണ്ടുപിടിച്ച് നൽകേണ്ട ചുമതല മുസ്ലിം ലീഗിൻ്റെ ചുമലിൽ വന്നു ചേർന്നിരിക്കുകയാണ്. PV അൻവറിനും VS ജോയിക്കുമൊക്കെ സീറ്റ് കണ്ടുപിടിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും അത് ലീഗല്ലെന്നുമുള്ള അഭിപ്രായം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ പലർക്കുമുണ്ടെങ്കിലും ഇത് കോൺഗ്രസ് ലീഗിൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തത് അവരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്, സത്യത്തിൽ അവരെ അലോസരപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇനി VS ജോയിക്ക് കൂടി സീറ്റ് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PV അൻവറിന് മലപ്പുറം ജില്ലയിലും VS ജോയിക്ക് താമരശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന തിരുവമ്പാടി സീറ്റും നൽകി കഴിഞ്ഞാൽ രണ്ടുപേരും ജയിച്ചു പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നതെങ്കിലും ലീഗ് ഈ തലവേദന ഏറ്റെടുക്കുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ ജയിപ്പിക്കാനുള്ള സമയമില്ല. അപ്പോഴാണ് ഇനി രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യം ഏറ്റെടുക്കുന്നത്. ഏതായാലും PV അൻവറിന് ലീഗ് ഒരു ഉറച്ച സീറ്റ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ VS ജോയിയുടെ കാര്യം ലീഗ് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയാസ്പദമാണ്.